ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفمن كان على بينة من ربه كمن زين له سوء عمله واتبعوا أهواءهم ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, രണ്ട് തരം ആളുകളുണ്ട്. ഒരു വിഭാഗം ആളുകൾ അല്ലാഹു നിർദ്ദേശിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പരമാവധി പകർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ ഇഷ്ടപ്പെടുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുമാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ നല്ല സമയത്ത് അവർ ദീന് മനസ്സിലാക്കി ഉൾക്കൊണ്ടു ജീവിതത്തിൽ പകർത്താനുള്ള തീരുമാനമെടുക്കും. എന്നാൽ ഒരു വിഭാഗം ആളുകൾ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ അവരുടെ ഇച്ഛ അവരോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലാലത്തിലേക്ക്, വഴികേടിലേക്ക് പോകാനാണ്. രണ്ടു തരം ആളുകളുടെ ഉദാഹരണം ഞാൻ അവിടെ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫമൻ കാന അലാ ബയ്യിനത്തിൻ മിർ റബ്ബി കമൻ ദുയ്യിന ലഹു സൂഉ അമലിഹി വത്തബഉ അഹ്വാഅഹും. തന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സ്പഷ്ടമായ തെളിവനുസരിച്ച് നിലകൊള്ളുന്ന ഒരു മനുഷ്യൻ, ഒരാൾ സ്വന്തം ദുഷ്പ്രവൃത്തി അലങ്കൃതമാക്കി തോന്നുകയും തന്നിഷ്ടങ്ങളെ പിൻപറ്റുകയും ചെയ്യുന്ന ഒരുവനെ പോലെയാണോ? സ്വന്തം ഇഷ്ടാനുസരിച്ച് ജീവിതം നാശാക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വധാവിലാക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ഒരു വിചാരിക്കുകയാണ്, ഈ ലോകത്ത് എനിക്ക് സർവ്വ സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ സ്വതന്ത്രനാണ്, എനിക്കാരും നോക്കേണ്ടതില്ല, എന്റെ സൃഷ്ടാവിന്റെ കൽപ്പന അനുസരിക്കേണ്ടതില്ല എന്നുള്ള രൂപത്തിൽ ജീവിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ. എന്നാൽ മൈനോറിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്താണ്? നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ മുകളിലുണ്ട്, അവന്റെ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. കാരണം ജീവിതത്തിലുള്ള ഓരോ സെക്കൻഡുകളെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടും. സഹോദരങ്ങളെ, ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുറെ ആളുകളുടെ പരാതി, ഞാൻ അധ്വാനിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ എന്റെ ലൈഫിലൊരു ബർക്കത്തുമില്ല, ഒരു സമാധാനമില്ല. ജോലി ചെയ്യാത്തത് കൊണ്ടോ പൈസ കിട്ടാത്തത് കൊണ്ടോ ഒന്നുമല്ല, പക്ഷെ ബർക്കത്തില്ല. അള്ളാഹുവിന്റെ ബർക്കത്ത് എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. അത്
ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാന്റെ നിയമപരിധികൾ സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം. അത് പള്ളി വരുമ്പോൾ മാത്രമല്ല, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും, എല്ലാ മേഖലയിലും, വ്യക്തിജീവിതത്തിലും, കുടുംബജീവിതത്തിലും, സാമൂഹിക ജീവിതത്തിലും എവിടെ നമ്മൾ ഇടപെടുകയാണെങ്കിൽ അവിടൊക്കെ ഇസ്ലാമിന് നിയമം പറയണ്ട്. ഒരു ടോയ്ലറ്റിൽ പോകുമ്പോൾ പറയണ്ട്, വലതുകാല് വെച്ചിട്ടല്ല കയറേണ്ടി, വലതുകാല് വെച്ചിട്ടാണ് അല്ല കയറേണ്ടി, ഇടതുകാല് വെച്ചിട്ടാണ് കയറേണ്ടി. അപ്പൊ പ്രാർത്ഥന ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലതുകാല് വെച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞു, അപ്പോഴും പ്രാർത്ഥന ഉണ്ട്. വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥന ഉണ്ട്, വീട് കയറുമ്പോൾ പ്രാർത്ഥന ഉണ്ട്. ജീവിതത്തിന്റെ ഏത് മേഖലയിലും വിശ്വാസിക്ക് പ്രാർത്ഥന ഉണ്ട്. എന്തിനാ പ്രാർത്ഥന പഠിപ്പിച്ച്? പ്രാർത്ഥന കൊണ്ട് ബർക്കത്ത്, പ്രാർത്ഥന ബർക്കത്ത് ഉണ്ടാക്കുന്നതാണ്. മക്കളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ സഹോദരന്മാരെ നമ്മൾ പ്രാർത്ഥിക്കണം. മക്കളോട് പ്രാർത്ഥിക്കാൻ പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്കൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. റബ്ബി സിദ്നി ഇൽമ, ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. രക്ഷിതാവേ നാഥ, നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു നൽകണമേ. സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അള്ളാഹിനെ സൂക്ഷിക്കണം. സ്വകാര്യ ജീവിതത്തിൽ കൂടുതൽ സൂക്ഷിക്കണം. എന്നാലേ അള്ളാഹിന്റെ ബർക്കത്തുണ്ടാവുള്ളൂ. ഏത് പ്രതിസന്ധികളിലും അള്ളാഹുവിന്റെ ഹദ്ദുകളെ, ഏത് പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അള്ളാഹിന്റെ നിയമനിർദ്ദേശങ്ങളെ ലംഘിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഭക്ഷണത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് കാണാം, കുലൂ വഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ തിന്നോളി, നിങ്ങൾ കുടിച്ചോളൂ. ഭക്ഷണം കഴിക്കാനുള്ള കൽപ്പന, കുടിക്കാനുള്ള കൽപ്പന. വലാ തുസ്രിഫു, നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത്, ധൂർത്ത് അടിക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫ്, ധൂർത്ത്, അതിര് വിടുന്നത് അല്ലാഹുക്ക് ഇഷ്ടമല്ല. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ. പ്രത്യക്ഷമായ കൽപ്പനയാണ്. എന്താണ്? മനുഷ്യന്മാരെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ. ഭൂമിയിൽ ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മത്സ്യങ്ങളെക്കുറിച്ച്? മത്സ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അലങ്കാര മത്സ്യങ്ങൾ, മനുഷ്യന്റെ കൺകുളിർമയ്ക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ചില്ലളമറയിൽ ഇങ്ങനെ അക്വാറിയത്തിൽ നമ്മൾ വെക്കുന്ന അലങ്കാര മത്സ്യങ്ങൾ. എന്തിനാണ് സഹോദരന്മാരെ? അള്ളാഹു മനുഷ്യന്റെ നന്മക്കും സന്തോഷത്തിനും തൃപ്തിക്കും വേണ്ടി ഉണ്ടാക്കിയ ഒരുപാട് വിഭവങ്ങൾ ഈ ദുനിയാവിലുണ്ട്. അവിടൊക്കെ പറയുന്നത് കുലു, നിങ്ങൾ തിന്നോളൂ, മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ. ത്വയ്യിബായത്, നല്ലത്, അനുവദനീയമായത്. അപ്പൊ ഹറാമായത് അപ്പുറത്ത് കുറച്ചുണ്ട്, അത് സൂക്ഷിക്കണം. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ. പിശാചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിൻപറ്റിപ്പോകരുത്. 24 hours 24 മണിക്കൂറും മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി, ഋജുപാതയിൽ നിന്ന് ശരിയായ റൂട്ടിൽ നിന്ന് നമ്മെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പിശാചും അവന്റെ അനുയായികളും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ. പിശാചിന്റെ കാൽപ്പാദം നിങ്ങൾ പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാണ്. 24 മണിക്കൂർ നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മോടൊപ്പമുള്ള ഒരു ശത്രുവിനെ ഞങ്ങൾ സൂക്ഷിക്കണം. ആ ശത്രുവാണ് കുടുംബ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്നത്, വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നത്, സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുന്നത്. ഇന്ന ശൈത്വാൻ യസ്തഹില്ലു ത്വാൻ അല്ലാ യുസ്കറ ഇസ്മല്ലാഹി അലൈഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യക്ഷമായ കൽപ്പനയാണ്. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും, ബിസ്മി ചൊല്ലാതെ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. കൽപ്പനയാണ്. അള്ളാഹിന്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബിസ്മി ചൊല്ലണം. ബിസ്മില്ലാ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമം, അള്ളാഹിന്റെ പേരിൽ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക. അവിടെ എന്താ? തീർച്ചയായും പിശാച് യസ്തഹില്ലു തആം, അവൻ ഈ ഭക്ഷണത്തെ ഹലാലാക്കുന്നു. അല്ലാ യുസ്കറു ഇസ്മല്ലാഹി അലൈഹി, അള്ളാഹിന്റെ പേരിലല്ലാതെ, പേര് സ്മരിക്കാതെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് പിശാചിന് ഇഷ്ടാണ്. അതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലാൻ മറന്ന, ബിസ്മില്ല അവ്വലു വ ആഖിറുഹു ചൊല്ലാൻ പറഞ്ഞത് ബർക്കത്ത് കിട്ടാനുള്ള വഴിയാണ്. ലാ യഅകുലന്ന അഹദുകും ബിശിമാലി വലാ യശ്റബന്ന ബിഹാ ഫഇന്ന അശ്ശൈത്വാൻ യഅകുലു ബിശിമാലിഹി വയശ്റബു ബിഹാ. മുസ്ലിം ഉദ്ധരിക്കുന്നു. ഇതൊന്നും നിസ്സാരമായി നമ്മൾ കാണുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ വാക്കും ഇമ്പോർട്ടന്റ് ആണ്, അതിൽ ഖൈറുണ്ട്, അതിൽ ബർക്കത്തുണ്ട്. എന്താണ്? വലത് കൈകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കണം, വലത് കൈകൊണ്ട് നിങ്ങൾ വെള്ളം കുടിക്കണം. അപ്പൊ വെറ്റാവൂലേ, പിന്നെ കറിയാവൂല, അതാ എന്തൊക്കെ ന്യായീകരണം അറിയും. അള്ളാഹു അവന്റെ റസൂൽ നമ്മളോട് ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ വേറെ ജസ്റ്റിഫിക്കേഷന് പോകരുത് സഹോദരന്മാരെ. എന്താ? ലാ യഅ്കുലന്ന അഹദുക്കും, നിങ്ങളിൽ ആരും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഭക്ഷണം കഴിക്കാൻ പാടില്ല. ബിശ്ശിമാലിഹി, ഇടത് കൈ കൊണ്ട്. വലാ യശ്റബന്ന ബിഹ, വെള്ളം കുടിക്കാനും പാടില്ല. ഫഇന്ന ശൈത്താൻ, തീർച്ചയായും പിശാച് യഅ്കുലു ബിശ്ശിമാലിഹി, ഇടതുകൊണ്ടാണ് തിന്നുന്നത്. വയശ്റബു ബിഹ, അതുകൊണ്ടാണ് കുടിക്കുന്നത്. അപ്പൊ പിശാചിന്റെ ബാധ മനുഷ്യനെ ഏറ്റിട്ടുണ്ടെങ്കിൽ കുറെ പ്രശ്നം ഉണ്ടാവും, അസ്വസ്ഥത ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല. പിശാചിന്റെ പണി എന്താണ്? മജ്റ തമ്മിൽ കൂടി, മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്ന റൂട്ട് കൂടി സഞ്ചരിക്കുക എന്നുള്ള അവന്റെ പണി. ഓൻ ടെൻഷൻ ഉണ്ടാക്കും. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തഅ്കുലു ജമീഅ ഔ അശ്താത, സൂറത്തുൻ നൂർ 61-ാമത്തെ ആയത്ത്. ഭക്ഷണം കഴിക്കുമ്പോൾ ബർക്കത്തുള്ള സംഗതി ഒറ്റയ്ക്ക് കഴിക്കലല്ല, ഖൈറെന്താണ്? ഒന്നിച്ച് കഴിക്കല. കുടുംബത്തിൽ ബാപ്പയും ഉമ്മയും മക്കളും ഒന്നിച്ച്, അതിന് ബർക്കത്തുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഈ കൽപ്പന പറയുമ്പോ തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, കുലു ജമീഅൻ വലാ തഫറഖു ഫഇന്നൽ ബർക്കത മഅൽ ജമാഅ, നിങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. ബർക്കത്ത് എപ്പോഴും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴാണ്. ഒറ്റ കഴിക്കുന്നത് തെറ്റൊന്നുമില്ല, പക്ഷെ ഒന്നിച്ച് കഴിക്കുന്നതിലാണ് ബർക്കത്ത്. അതുപോലെ ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, കൽപ്പനയാണെന്ന്. എന്താണെന്ന് ചോദിക്കണ്ട, അങ്ങനെയാണ്. ഞാനിപ്പം ശാസ്ത്രീയമായിട്ട് അന്വേഷണം നടത്തി നോക്കി, അതിലെ ഖൈറുണ്ട്. ചാരി നിന്ന് കഴിക്കുമ്പോൾ പ്രശ്നമുണ്ട്. ചെരുപ്പ് അയച്ചു വെച്ച് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഭക്ഷണത്തെ കുറ്റം പറയരുതെന്ന് പറഞ്ഞു. വേണ്ടെങ്കിൽ തിന്നാതെ എണീറ്റു പോകും, അതിനെ കുറ്റം പറയണ്ട. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ, പണ്ട് നമ്മളെ ഉമ്മാര് വല്യമാരൊക്കെ നോക്കുന്നുണ്ട്, ഭക്ഷണ സാധനം അളന്ന് തിട്ടപ്പെടുത്തിതാ കൊടുക്കുക. ഇത് കണ്ടമാനുണ്ടാക്കുകയാണെങ്കിൽ ഇസ്രാഫീലാണ്, ദൂർത്തടിക്കുകയാണ്, ഒരാൾക്ക് ഉപകരിക്കാതെ നമ്മൾ കുപ്പയിൽ കൊണ്ടുപോയിട്ട് എറിയാണ്. എത്ര മോശമാണ് സഹോദരന്മാര്. ഒരു കിലോ അരിക്ക് 50 രൂപ അല്ലേ? ആവശ്യമുള്ള എടുത്താ പോരെ, തിന്നാൻ പറ്റുന്ന ഉണ്ടാക്കിയാ പോരെ. നമ്മളതിൽ ഇടപെട്ടുണ്ടെങ്കിൽ ഓർക്ക് ഫിഷ്കാന്നാ പറയാ. ഫിഷ്കല്ലത് ബർക്കത്ത് കിട്ടാൻ വേണ്ടി. കീലു ത്വആമക്കും മുബാറക്കും ഫീഹ്, ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നിങ്ങൾ ഭക്ഷണ സാധനം അളന്നെടുക്കണം, എന്നാൽ നിങ്ങൾക്കതിൽ അഭിവൃദ്ധി, ബർക്കത്തുണ്ടാവും. തൂക്കിക്കൊടുക്കണം. ലാ തശ്റബു വാഹിദൻ കശുർബിൽ ബഈർ വലാകിൻ ഇശ്റബു മസ്നാ വസലാസ വസമ്മു ഇദാ അൻതും ശരിബ്തും വഹ്മദു ഇദാ അൻതും റഫഅതും. തുർമുദി ഉദ്ധരിക്കുകയാണ്, നിങ്ങൾ ഒട്ടകം കുടിക്കുന്നത് പോലെ ഒറ്റയടിക്ക് കുടിക്കരുത്. കുറെ മനുഷ്യന്മാരെ കാണാൻ കഴിയും. ശ്രദ്ധിച്ചു നോക്കണേ, ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് ആണ് കുടിക്കുന്നതാണ്. അങ്ങനെ കുടിക്കരുതെന്ന് പറഞ്ഞു, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട്. അപ്പം നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അള്ളാഹുവിന്റെ റസൂല് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം എന്താണ്? ഖൈറല്ല എന്ന് പറഞ്ഞ് മുറുക്കായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. അതുപോലെ ഈ 2ഉം 3ഉം തവണകളായിട്ട് കുടിക്കുക. കുടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ബിസ്മിയല്ല, അതിന് വല്ല നയിപ്പുണ്ടോ, അല്ല അധ്വാനമുണ്ടോ ബിസ്മില്ല എന്ന് ചൊല്ലുന്നത്? ആ കുടിക്കുന്ന വെള്ളം തെറിപ്പ് പോയിട്ടുണ്ടെങ്കിൽ, മൂർത്താവത്ത് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യുക. എത്ര പൈസ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത്? അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കണം, ബിസ്മില്ല ചൊല്ലണം. ലാ യശ്റബന്ന അഹദൻ മിൻകും ഖായിമ ഫമൻ നസിയ മിൻകും ഫൽയസ്തഖി. മുസ്ലിം ഉദ്ധരിക്കാൻ, നിങ്ങൾ ആരും നിന്ന് കുടിക്കരുത്. നിന്ന് കുടിക്കുന്നത് അഭികാമ്യമല്ല. സംസം വെള്ളം കുടിക്കുന്നിടത്ത് നിന്ന് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞെടുത്ത് പറഞ്ഞേ ചെയ്യാം, അത് ചോദ്യം ചെയ്യണ്ട. ആരെങ്കിലും മറന്നങ്ങനെ ചെയ്താൽ അയാൾ കുടിച്ചത് ഛർദ്ദിച്ചു കളയട്ടെ. അപ്പൊ നിന്ന് ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞത്. ഇന്ന് അനിവാര്യ ഘട്ടത്തിലൊക്കെ തിന്നേണ്ടി വന്നിട്ടുണ്ടാവും, അള്ളാഹു പുറത്തു തരട്ടെ. അതുപോലെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ വഅത്ഇംനാ ഖൈറൻ മിൻ. ആരെങ്കിലുമൊക്കെ സൽക്കരിക്കാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് മൂക്കറ്റം തിന്ന് പോരും. നാം വീട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യാറുണ്ടോ? അള്ളാഹുവെ, ഞങ്ങൾ ഇതിൽ ബർക്കത്ത് നൽകുകയും ഇതിലേറെ ഉത്തമമായത് ഭക്ഷിക്കാൻ തരികയും ചെയ്യണമേ. ഈ ഭക്ഷണമൊക്കെ നമ്മൾ മൂക്കറ്റ തിന്നുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഫലസ്തീനിലുള്ള ഗസയിലൊക്കെ ഉള്ള ആളുകളുടെ അവസ്ഥ. അള്ളാഹു സുബ്ഹാനഹു വ തആല തിന്നിട്ടാ നമ്മൾ തിന്നണത്. അത് നാശാക്കരുത്, അത് കുറ്റം പറയരുത്, അത് കുപ്പയിലേക്ക് തള്ളിയിടരുത്. കല്യാണമൊക്കെ ഒരുക്കുന്ന സമയത്ത് ഒരുപാട് ചെമ്പ് ബിരിയാണി കൊണ്ടുപോയിട്ട് നമ്മൾ തള്ളുകയാണ്. ഇതൊക്കെ ആലോചിക്കണം മുസ്ലിം ഉമ്മത്ത്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ ആതിഥേയർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു.
നമ്മൾ പ്രാർത്ഥിക്കലുണ്ടോ? അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. അല്ലാഹുവേ, അവർക്ക് നൽകിയതിൽ നീ അനുഗ്രഹിക്കുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും അവർക്ക് കാരുണ്യം നൽകുകയും ചെയ്യണമേ. ഇതൊക്കെ ഭക്ഷണത്തിന്റെ മര്യാദകളിൽപ്പെട്ട കാര്യങ്ങളാണ്, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിലുടനീളം ബർക്കത്ത് ചൊരിയുകയും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുകയും ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികൾ, അല്ലാഹുവെ സൂക്ഷിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ പറയാം. അല്ലാഹുവിന്റെ ഭവനത്തിലാണ് നമ്മൾ. ഇതൊക്കെ പരിപാലനം ചെയ്യുന്നതിന് വലിയ ഖൈറുണ്ട്, ബർക്കത്തുണ്ട്. പള്ളിക്ക് കയറുമ്പോൾ, പള്ളിക്ക് അള്ളാഹുവിന്റെ ഭവനത്തിൽ കയറുമ്പോൾ നല്ല സ്മെല്ലുണ്ടാണ്. അത് നോക്കി നടക്കുന്ന ഒന്നോ രണ്ടോ ആളുണ്ടോ, എല്ലാം ഓരോ തലയിലങ്ങ് ഇട്ടിട്ട് നമ്മൾ പോയത്. നമ്മളെ കൂടി ഉത്തരവാദിത്വം. നമ്മളെ വീട് അല്ലെ വൃത്തി കൊണ്ടെടുക്കും, നമ്മുടെ കിടപ്പറ വൃത്തി കൊണ്ടെടുക്കും. അള്ളാഹുവിന്റെ ഭവനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം അറിയിക്കുന്ന ഭവനമാണ്. ഇവിടെ മലക്കുകൾ വരും. ഉള്ളി തിന്ന് പള്ളിക്ക് വരരുതെന്ന് എന്തിനാ കൽപ്പിച്ച്? മറ്റുള്ളവർക്ക് ഇടങ്ങറുണ്ടാക്കാതിരിക്കാനാണ്. അപ്പം വെള്ളിയാഴ്ച ദിവസം ഒരു അരമണിക്കൂർ മുമ്പ് വന്നിട്ട് ഈ പള്ളിയൊക്കെ ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പള്ളിയുടെ മുറ്റം, പള്ളിയുടെ ടോയ്ലറ്റ്, പള്ളിയുടെ പരിസര പ്രദേശങ്ങൾ, അല്ലെ, ഒരു നല്ല ഗാർഡൻ. നമ്മളെ പെരയിൽ നല്ല ഗാർഡൻ ഉണ്ടല്ലോ. അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് കയറാൻ ഇഷ്ടമുണ്ടാക്കുന്ന ഫ്രാഗ്രൻസ്, സുഗന്ധം. അതിനിപ്പോ അത്രയൊക്കെ മാർക്കറ്റിൽ കിട്ടും. ഒരു 500 റുപ്യ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പുകക്കാൻ പറ്റും. ഒക്കെ നമ്മൾ അശ്രദ്ധയിലാണ്. നമ്മൾ ഏതൊരു ഹവേൽ അങ്ങനെ വരിക, ഹവേലാണ് നമ്മൾ. അതെന്തിനാ പറയണെന്ന് വെച്ചാൽ മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതൊരാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അല്ലേ? നമ്മുടെ പള്ളിക്ക് നേരത്തെ വരും. വെള്ളിയാഴ്ച ദിവസം ആകെ ഒരു 20-25 മിനിറ്റ് അവിടെ ഇരിക്കുന്ന സമയം കേൾക്കുന്ന കാര്യങ്ങൾ ഒരാഴ്ചത്തേക്കുള്ള പെട്രോളാണ്. ഈമാൻ യസീദു വയൻഖുസ്, ഈമാൻ കൂടും ചെയ്യും കുറയും ചെയ്യും. ചില പള്ളിക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അത് കയറാൻ തോന്നില്ല. കാരണം ടോയ്ലറ്റിന്റെ സ്മെല്ല് അത്രമാത്രം ഭീകരം. നമ്മുടെ ടോയ്ലറ്റ് അവിടെ ഒന്ന് ആ ഒരു ലോഷന് വാങ്ങണമെങ്കിൽ ഒരു 100 റുപ്യ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലുള്ള സാധനം കിട്ടും. അതിനൊക്കെ പൈസ ആര് ചോദിച്ചാലും ഇതൊരു പള്ളി പരിപാലനം പറഞ്ഞിട്ട് നമ്മൾ വാങ്ങണ്ടേ. അത് അതിനുവേണ്ടി ഉപയോഗിക്കണം, അത് ശ്രദ്ധിക്കണം. ഈ പള്ളീന്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞു, ഇവിടെ അത്ര മോശം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് പലരും കേൾക്കും. നമ്മുടെ വീട് പരിപാലിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ നമ്മുടെ പള്ളിയുടെ കാര്യത്തിൽ വേണം. ഗാർഡന്റെ കാര്യം ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. അതിനൊന്നും വലിയ പണിയില്ല. കുറച്ച് പൂച്ചട്ടിയൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ ഒന്ന് പരിപാലിക്കുക. പള്ളിക്ക് കയറാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവും. പള്ളിയുടെ പരിസര പ്രദേശങ്ങളിൽ, അതുപോലെ അതിന്റെ ചുറ്റുള്ള മാറാലകൾ നമ്മൾ തട്ടണം. അത് തട്ടുമ്പോൾ അതിനൊരു ബർക്കത്തുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ, ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊന്നും നടക്കൂല. അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, സഹോദരന്മാരെ, നമ്മൾ ചെയ്യുന്ന ഏത് നല്ല പ്രവർത്തനങ്ങളും നല്ല നിയ്യത്തോടു കൂടിയാണ്. ആ നിയ്യത്തിന് വലിയ പ്രതിഫലമുണ്ട്, അല്ലെ? ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഒരാൾ ഉദ്ദേശിച്ചാൽ തന്നെ അയാൾക്ക് കൂലി കിട്ടി, പോയിട്ടുണ്ടെങ്കിൽ വേറെ കൂലി കിട്ടി. നല്ല കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും ഏതായാലും ഒക്കെ ചെയ്യണമെന്ന്. പക്ഷെ പിശാച് സമ്മതിക്കൂല. പിശാചിനൊരു സ്വഭാവമുണ്ട്, നല്ല കാര്യമൊക്കെ നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പ്രോത്സാഹിപ്പിക്കുക. നല്ല കാര്യങ്ങൾ നോക്കൊണ്ട് പള്ളിയിൽ നിന്ന് മുതൽ ഇൻഷാ അല്ലാഹ് വക്തിന് വക്തിൽ എത്തണം തീരുമാനിച്ചോ അപ്പോ ഒരാവശ്യമായിട്ട് ഒരു ഫോൺ വെച്ചിട്ട് വരും. പള്ളിക്ക് പുറപ്പെടാൻ നേരത്തുള്ള ഒരു ഫോൺ ശൈത്താനും കബീറാണ്. ഇവിടെ വലിയ ഇന്റർനാഷണൽ പ്രതിഭയായിട്ടാണ് ആ ഫോണൊപ്പം വരിക. ഏറ്റവും വലിയ കാലം ഇവിടെ വന്നാണ് അള്ളാന്റെ ഭവനത്തിലേക്കുള്ള വിളി വന്നപ്പോ ഈ കുറച്ചു വേണ്ടി വിളിച്ച ഞാൻ ഇപ്പൊ പള്ളിയിൽ പോകുന്നു. ഖലാസ്, അതാണ് ഈമാൻ. മറ്റവനെ വിളിക്കണ്ടെന്നല്ല കേട്ടോ പറഞ്ഞത്. അത് കഴിഞ്ഞാലും വിളിക്കാലോ. വെള്ളിയാഴ്ച ദിവസത്തിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന്, അതിന്റെ പ്രത്യേകത നമ്മൾ വേറെ പറയേണ്ട വിഷയമാണ്, അല്ലെ? പല ആളുകളും കയറി വരുന്ന എപ്പോഴാ? മിമ്പർമെന്ന് ഞാൻ ഇറങ്ങാൻ നേരത്താണ്. അപ്പഴല്ല വരണ്ടേ, നേരത്തെ വരിക.
പള്ളിയിൽ നിന്ന് അത് കഴിഞ്ഞാൽ വേഗം പോകാനാ പറഞ്ഞു. ഇവിടെ നിൽക്കാനും അല്ല പറഞ്ഞു. എത്ര ശാസ്ത്രീയാണ്. ഇറങ്ങി പോകാനാ പറഞ്ഞു. ഇവിടെ പള്ളി കുത്തിക്കാൻ പറഞ്ഞില്ല. ജുമാ കഴിഞ്ഞാൽ വേഗം അന്നം തേടി നിങ്ങൾ യാത്ര പോകുകയും തിരിഞ്ഞു പോകുകയും എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വേണം. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരം ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ അത് ഗൗരവത്തിൽ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു തൗഫീഖ്, ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നിട്ടുള്ള അബദ്ധങ്ങൾ, തെറ്റുകൾ, പോരായ്മകൾ ഒക്കെ അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. സഹോദരന്മാരെ, നമ്മുടെ മക്കളെ കൺകുളിർമ നൽകുന്ന മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റണം. നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ ഭർത്താക്കന്മാരെ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു തആല ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ പരിശ്രമങ്ങളിൽ അല്ലാഹു ബർക്കത്ത് കനിഞ്ഞരുളട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات توفنا مسلما والحقنا بالصالحين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وأصحابه أجمعين.